കസ്തൂരി, എന്താ നീ വിളിച്ചത്? ഇനി എനിക്ക് അങ്ങനെ വിളിക്കാമല്ലോ. ഏടത്തേന്ന് വിളിക്കേണ്ടി വന്നപ്പോഴൊക്കെ പേര് വിളിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഇനിയിപ്പോ നമ്മുടെ കല്യാണം അതുടനെ നടത്താമെന്ന് അച്ഛൻ പറഞ്ഞത്. ഇല്ല, അത് നടക്കില്ല. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. കസ്തൂരി, ഞാൻ ഇറങ്ങിപ്പോ. അവളങ്ങനെ പറഞ്ഞപ്പോ മുഖത്ത് അടി കിട്ടിയ പോലെ അല്ലേ? അയ്യോ, അതിന് മാത്രം ഒന്നും കഴിച്ചില്ലല്ലോ. കല്യാണം കഴിക്കാൻ നടരാജന് 100 പെണ്ണുങ്ങളെ കിട്ടുമല്ലോ. പിന്നെ എന്തിനാ വെറുതെ? വേറെ പെണ്ണിനെ കിട്ടാഞ്ഞിട്ടല്ല. അല്ല, അവളെ തന്നെ വേണമെന്ന് എന്താ എത്ര നിർബന്ധം? ഉള്ളിൽ അമൃതം കത്തുന്ന തീ പിന്നെ ആളി കത്തിച്ച അച്ഛൻ. അച്ഛൻ ആദ്യം പറഞ്ഞപ്പോ ഒന്ന് മൂളിയാ മതിയായിരുന്നു. അവൾ എന്റെ രായനെ. ഏട്ടന് വേണ്ടി കണ്ട പെണ്ണല്ലേ, നല്ലതാവില്ലെന്ന് തോന്നി അല്ലേ? ഈ ആണുങ്ങളെ മനസ്സിലാക്കാൻ വലിയ പാടാ. നാണം കെടുത്തില്ലേ? എല്ലാരും കൂടെ നാണം കെടുത്തില്ലേ? ചിരിക്കുക ആളുകള്. ഒന്നുപോലെ ആലോചിച്ച് തീരുമാനിച്ചൊരു കല്യാണം. ഞാനും ഒരാണ് തന്നെയാ. വേദന കുറവില്ലേ? ഇതങ്ങനെ കുറയുന്ന വേദനയല്ല, മനസ്സ് പെടയ. അപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ കുറ്റം എന്റെ തന്നെയാ. ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. വാണിയംകുളത്തെ കാലിച്ചന്തേന്ന് വാങ്ങിയാ പോരായിരുന്നോ കാളെ? ഇനിയിപ്പോ എന്തിനാ അതൊക്കെ പറയണേ? എന്നോ കഴിഞ്ഞ കാര്യം. വേറെ ആരുടെയെങ്കിലും കൂടെ എത്ര സന്തോഷമായിട്ട് കഴിയേണ്ടതായിരുന്നു അവള്. അച്ഛനൊന്ന് ഉണരാൻ വൈകി. ഒരു കാര്യം പറയാൻ കാത്തു നിൽക്കായിരുന്നു.
ഞാൻ പോവുക. മോളെ, രാത്രി തന്നെ പോകാൻ ആലോചിച്ചതാ, ആരോടും പറയാതെ. പക്ഷേ നീ എങ്ങും പോകുന്നില്ല, ഞാൻ സമ്മതിക്കില്ല. നിന്റെ അച്ഛനാ പറയുന്നേ. കവിരമണി, ഇതൊക്കെ അങ്ങ് അകത്ത് കൊണ്ടുവെക്ക്. ഇല്ലച്ചാ, എനിക്ക് പോണം. ഈ വീട്ടില് ഈ വീട് നിന്റെ കൂടെ അല്ലേ? മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ അവനോട് ഞാൻ എന്ത് പറയും? അവൻ ഇവിടല്ലേ ഉള്ളത്? മോളെങ്ങും പോവണ്ട. പോകുന്നവര് പോട്ടെ. ദാസിപ്പണിക്ക് വേറെ ആളെ കിട്ടും. എന്റെ മോളാ ഇവള്. ഇവളല്ല ഇവിടുന്ന് പോകേണ്ടത്, നീയാ. നീ ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. ഇറങ്ങ്, എവിടെയെങ്കിലും പോ. വേണ്ടച്ചാ, ഞാൻ തന്നെയാണ് പോകേണ്ടത്. ഈ ഏടത്തിയോട് ദേഷ്യം തോന്നരുത്. എനിക്ക് നീ അനിയനാ. മറ്റൊരു നിലയ്ക്ക് കാണാൻ എനിക്ക് പറ്റില്ല. അച്ഛൻ മരിച്ചൊരു കുഞ്ഞുണ്ട് എന്റെ ഉള്ളിൽ. അതിന് സ്നേഹമുള്ളൊരു ഇളയച്ചനായി നീ ഉണ്ടാവണം. നേരാണോ മോളെ? ദൈവത്തിന്റെ ഓരോ ഞാൻ പോട്ടെ അച്ഛാ. ഇനിയും പോകാനോ? ഇല്ല. കനകന്റെ കുഞ്ഞ് ഈ വീട്ടിൽ വളരും. ഇവിടെ ഞാൻ തീരുമാനിച്ചതാണ്. അതിന് മാറ്റമില്ല. എന്നെ തടയരുത്. നീ അവിടെ എങ്ങനെ കഴിയും മോളെ? ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ലല്ലോ അച്ഛാ. പിന്നെ കുറെ ഓർമ്മകളും. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാന്നുള്ള ധൈര്യവും. ഏടത്തി, ഏടത്തിന്ന് വിളിച്ചല്ലോ, അത് മതി. സന്തോഷായി. ഇനി എന്റെ അച്ഛനെ അടിക്കരുത് കേട്ടോ.